ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ടാണ് ആമിർ വിമാനത്താവളത്തിലെത്തുന്നത്. എന്നാൽ ചില സുരക്ഷാ പ്രശ്നങ്ങളുടെ പേരിൽ അദ്ദേഹത്തിന് വിമാനത്തിൽ കയറാൻ സാധിക്കുന്നില്ല. ഉദ്യോഗസ്ഥർ ഒന്നുകൊണ്ട് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാം, അങ്ങ് അല്പസമയം കാത്തിരിക്കണം. പക്ഷേ അപ്പോഴേക്കും മറ്റു യാത്രക്കാരെല്ലാം വിമാനത്തിൽ കയറി അതിൻ്റെ വാതിലുകളെല്ലാം അടച്ചു കഴിഞ്ഞിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ആമിർ വിമാനത്തിൽ കയറാൻ എത്തിയെങ്കിലും അതിൻ്റെ ക്യാപ്റ്റൻ വന്നുകൊണ്ട് പറയുന്നുണ്ട്, വിമാനം പറക്കാനായിട്ടുണ്ട്, ഇനി അതിൻ്റെ വാതിലുകൾ തുറക്കാൻ സാധിക്കില്ല. അങ്ങനെ ആ വിമാനം പറന്നുയർന്നു. എയർപോർട്ടിൽ ഉദ്യോഗസ്ഥർ വന്നുകൊണ്ട് ആമിറിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്, അള്ളാഹു നിങ്ങൾക്ക് ഈ വർഷം ഹജ്ജ് ഉദ്ദേശിച്ചിട്ടില്ലായിരിക്കും. പക്ഷേ ആമിർ തിരിച്ചു പോകാൻ തയ്യാറായിരുന്നില്ല. അവരോട് ആമിർ പറയുന്നുണ്ട്, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞാൻ എന്തായാലും ഈ വർഷം ഹജ്ജിന് പോയിരിക്കും. പെട്ടെന്നാണ് ആ വിമാനത്തിന് ചില തകരാറുകളുണ്ടെന്നും അത് തിരിച്ചു വരികയാണെന്നുള്ള ഒരു വാർത്ത അവിടേക്ക് എത്തുന്നത്. വിമാനം തിരിച്ചിറങ്ങി അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് വീണ്ടും പറക്കാനിരിക്കുന്ന സമയത്തും അവർ ആമിറിന് വേണ്ടി അവരുടെ വാതിൽ തുറന്നു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ആ സമയത്തും ഉദ്യോഗസ്ഥർ വന്നുകൊണ്ട് ആമിറിനോട് പറയുന്നുണ്ട്, അള്ളാഹു നിങ്ങൾക്ക് ഈ യാത്ര ഉദ്ദേശിച്ചിട്ടില്ലായിരിക്കും. ആ സമയത്തും ആമിർ അതേ മറുപടി തന്നെയാണ് പറയുന്നത്, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞാൻ എന്തായാലും ഇത്തവണ മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി പോയിരിക്കും. വിമാനം അതിൻ്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് വീണ്ടും ചില തകരാറുകൾ പറ്റി വിമാനം തിരിച്ചിറങ്ങുന്നത്. തിരിച്ചിറങ്ങിയ വിമാനത്തിൽ നിന്ന് അതിൻ്റെ പൈലറ്റ് വന്നുകൊണ്ട് അവരോട് പറയുന്നത്, ആമിർ ഇല്ലാതെ ഇനി ഞാൻ ഈ വിമാനം പറത്തുന്നില്ല. അങ്ങനെ ആമിറിനെയും കൊണ്ട് വളരെ സുരക്ഷിതമായിട്ടാണ് ആ വിമാനം മക്കയിൽ ചെന്നിറങ്ങുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ആമിർ എന്ന ഈ ലിബിയൻ യുവാവിൻ്റെ കഥയാണ്. ഇഖ്ലാസിന്റെ ശക്തി അനുഭവിച്ചറിഞ്ഞ ആമിറിന്റെ അതിമനോഹരമായ കഥ. അള്ളാഹു തന്നെ പറയുന്നത് പോലെ, ആരെങ്കിലും എന്നിലേക്ക് നടന്നെടുത്താൽ ഞാൻ അവനിലേക്ക് ഓടിയെത്തിയിരിക്കും.